ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പക്ഷെ ജയിക്ക് ഇതാ നമ്മൾ നമ്പർ 1 ആണ്, കുറെ കാലമായിട്ട് നമ്പർ 1 ആണ്. ഇപ്പൊ നമ്പർ 1ന്റെയോ നമ്പർ 2ന്റെയോ പ്രശ്നമല്ല ഇത്. അടിസ്ഥാനപരമായി കേരളം ആര് ഭരിച്ചാലും അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ടല്ലോ. ഒന്ന്, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വളരുന്നതിനനുസരിച്ച്, ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് മെഡിക്കൽ കോളേജുകൾ എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും വന്നു. പക്ഷേ സ്റ്റാഫിന്റെ കാര്യം എങ്ങനെയാണ്? മതിയായ മനുഷ്യവിഭവശേഷി ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ ഡോക്ടർമാർക്ക് അതുപോലെ നഴ്സുമാരെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ കഴിയുന്നത് അത്രയും മനുഷ്യവിഭവ ശേഷി ഉണ്ടോ എന്ന പ്രശ്നമുണ്ട്. അത് അഡ്രസ് ചെയ്യാതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അംഗീകരിക്കാതെ നമ്മൾ മറ്റു വാദങ്ങളിലേക്ക് പോയിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇതിനെയൊന്നും ഏകപക്ഷീയമായി തള്ളിക്കളയാനല്ല ഈ അവസരം ഉപയോഗിക്കുന്നത്. നിർബന്ധമായും അങ്ങേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ നിർബന്ധമായും അറിയാൻ സാധ്യതയുള്ള ചെറുകാടിന്റെ ഒരു പ്രയോഗമുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്റെ മുരിങ്ങാമര ചൂട്ടിലിരുന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മാപ്പറിയിക്കാനാവാത്ത കുറ്റകരമായ അനാസ്ഥ ഉണ്ടാകുമ്പോൾ, ആ കാര്യം ഇതേപോലെ തന്നെ ഒരു പ്രൈം ന്യൂസ് അവർ ഡിബേറ്റിൽ ശ്രദ്ധേയമാം വിധം അതിന്റെ എല്ലാ വശങ്ങളെയും ചർച്ച ചെയ്യുകയും ഇനിയും അത്തരം ഒരു പിഴവ് ഉണ്ടാകാതിരിക്കാൻ മാത്രമുള്ള ജാഗ്രത എല്ലാ സ്ഥലത്തും റാങ്ക് ആൻഡ് ഫൈൽ മന്ത്രി മുതൽ നമ്മുടെ താഴോട്ട് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ചെറുതും വലുതുമായ ഏതനുഭവങ്ങളും പ്രവർത്തിക്കുന്ന നമ്മുടെ മുഴുവൻ ആളുകളും സ്വീകരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഞാൻ പറയുന്നു, എന്നിട്ട് കേരളത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏത് സ്ഥലത്തിന്റെ മട്ടുപ്പാവിന് കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുകൂടെ ആലോചിക്കണം. നമ്മളുടെ മുമ്പിൽ മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, അതിന്റെ താഴെ താലൂക്ക് ആശുപത്രികൾ, പിന്നീട് FHSC, CHSC, PHSC മുതൽ നീണ്ടു നിൽക്കുന്ന ഈ ടയർ സിസ്റ്റമാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിനുള്ളത്. ഈ ടയർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ അനുഭവങ്ങളിൽ ഈ സിസ്റ്റം ആകെ ഇന്ത്യയിലെ ഏറ്റവും മോശമാണോ, ഏറ്റവും മികച്ചതാണോ? ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളെ കൂടെ അങ്ങ് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളെ കൂടെ മുൻനിർത്തി തന്നെയാണ് ഞാൻ തിരികെ ചോദിക്കുന്നത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷം ഉണ്ടായി പോകുന്ന IPOP നിരക്ക് എത്രയാണ്? 11,29,1897 രോഗികളാണ് കേരളത്തിന്റെ സർക്കാർ ആശുപത്രികൾ പ്രതിവർഷം സന്ദർശിച്ച് നടക്കുന്നത്. 11 കോടി. അതിനുശേഷം സർജറിയുടെ കണക്കെടുത്താലോ? ഇത്തരം ഒരു കാര്യങ്ങൾ പേഷ്യന്റ് ലോഡ് വളരെ കൂടുതലാണ്. അതിനനുസരിച്ച് മനുഷ്യവിഭവ ശേഷി ഉണ്ടോ, സംവിധാനങ്ങൾ ഉണ്ടോ, അവർക്ക് ജോലി ഭാരം എത്രയാണ്? ഇതാണല്ലോ പ്രശ്നം. തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ച ചോദ്യം ഈ കാര്യത്തിനകത്ത് നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ മാറ്റം നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന ചോദ്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. 11,29,1897 പേർ പ്രതിവർഷം സന്ദർശിച്ച് മടങ്ങുന്ന കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം ഈ കാര്യത്തിൽ മുമ്പോട്ടല്ലായിരുന്നുവെങ്കിൽ എന്തു ചെയ്യണം? 2026 നിന്ന് 27ലേക്ക് എത്തുമ്പോൾ അത് കുറയേണ്ടതാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? UDF ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിൽ 2016 8,3,64,783 രോഗികൾ സന്ദർശിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗമാണ്. 3 കോടിയിലധികം വരുന്ന മനുഷ്യരെ കൂടുതൽ ആകർഷിക്കുന്ന, കൂടുതൽ വിശ്വാസ്യതയുള്ള, കൂടുതൽ ഉറപ്പുള്ള, പ്രത്യേകിച്ച് സൗജന്യ ചികിത്സാ രംഗത്തെ അവകാശപൂർണ്ണതയുള്ള ഒന്നാക്കി മാറ്റിയത് ഈ കാലയളവിലാണ്. ഇനി സർജറിയുടെ എണ്ണം അങ്ങ് പരിശോധിക്കുക. ഇവിടെ സർജറിയെ സംബന്ധിച്ചാണ് ഉയർന്നു വന്നത് 2 പ്രധാനപ്പെട്ട പേരുകൾ, 2 എററുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല, പക്ഷാഭേദമില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. സർക്കാർ അവരോടൊപ്പമാണ്. പക്ഷെ സർജറികളുടെ എണ്ണം പരിശോധിച്ചാലോ 1,34,388 സർജറികളാണ് പ്രതിവർഷം നമ്മുടെ മെഡിക്കൽ കോളേജിൽ മാത്രം നടക്കുന്നത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? 1,34,388 സർജറി നടക്കുമ്പോൾ അതിൽ 2 സർജറികൾ പിഴവുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്, സംവാദാത്മകമാണ്. ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. എന്നിട്ട് പക്ഷെ 1,34,388 2 സർജറി ഒഴിച്ചു നിർത്തിയിട്ട് 1,34,386 നല്ല കരുത്തോടു കൂടെ നിർവഹിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതൊക്കെ മോശം എന്ന അടച്ചാക്ഷേപം പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ പ്രസക്തമായ അഭിപ്രായം ഇവിടെ ഉയർന്നു വന്നു. അതെന്താണ്? സ്റ്റാഫ് പാറ്റേണെ സംബന്ധിച്ചും അതോടൊപ്പം നമ്മൾ സ്വീകരിക്കുന്ന ഈ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ മനുഷ്യരിടപെടുന്ന വിവിധ മേഖലകളോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ചും അതിൽ ആങ്കറോടും ബഹുമാനിയായ ഡോക്ടർ പറഞ്ഞതിനോടും എനിക്ക് പ്രതികരിക്കാനുണ്ട്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും.
ഗവൺമെന്റിന് ഫെസിലിറ്റേറ്റ് എന്ന പണിയേ ഉള്ളൂ. ഇന്റർനെറ്റ് എത്തിക്കുക, പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുക, ആരോഗ്യ രംഗത്ത് ഇടപെടുക, സ്റ്റാഫ് പാറ്റേൺ ഫിക്സ് ചെയ്യുക, 6171 ഡോക്ടർമാരെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിയമിക്കുക, 2983 സ്പെഷ്യൽ ഡോക്ടർമാരെ നിയമിക്കുക, 13575 പുതിയ നഴ്സുമാർക്ക് നിയമനം കൊടുക്കുക, 7699 ആരോഗ്യ മേഖലയിൽ പുതിയ ജീവനക്കാർക്ക് ജോലി കൊടുക്കുക. അതിനൊന്നും ഇല്ലേ? ഇതൊന്നും ആരുടെ ഡ്യൂട്ടിയല്ല, ഇതൊന്നും സർക്കാരിന്റെ ഡ്യൂട്ടിയല്ല എന്ന് ഇപ്പോ 48 മണിക്കൂറിനിടയിൽ പ്രസംഗിച്ച ആളാണ് രമേശ് ചെന്നിത്തല. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മനോരമ 2016 പുറകിൽ എഴുതിയ ലേഖനം എന്താണ്, നമുക്ക് കഴിക്കാൻ ചാത്തൻ മരുന്നുകൾ. കാരണം എന്താണ്, അടച്ചുപൂട്ടപ്പെട്ട ആലപ്പുഴയിലെ KSDP അങ്ങ് ഓർക്കുന്നില്ലേ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധി ആലപ്പുഴക്കാരനാണ്. റീത്ത് വെച്ചു കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് മരുന്നിൽ ജീവശാസ്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ. ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇന്നൊന്ന് ചെന്നു നിൽക്കാൻ തന്റെ ഇടമുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? അന്ന് AK ആന്റണിയുടെയും സംഘത്തിന്റെയും സമീപനം മരുന്ന് നിർമ്മാണം, ആശുപത്രി, ഡോക്ടർ നിയമനം, നേഴ്സ് നിയമനം, ആരോഗ്യ രംഗത്തെ പുതിയ തസ്തിക, ഇതൊന്നും സർക്കാർ ഉത്തരവാദിത്തമല്ല. ഇത് വലിയ മാറണല്ലോ. മുണ്ട് മുറുക്കി കൊടുക്കണം. ഇനി സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ വേണ്ട, ശമ്പളം വേണ്ട, ഇതൊന്നും വേണ്ട. ഇതായിരുന്നില്ല സമീപനം. ഞങ്ങളുടെ സമീപനം എന്താണ്? അവിടെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഈ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു രാഷ്ട്രീയ കാര്യമുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 6171 ഡോക്ടർമാരെ പുതുതായി നിയമിക്കുന്നു, 2983 സ്പെഷ്യൽ ഡോക്ടർമാരെ നിയമിക്കുന്നു, അതോടൊപ്പം 13576 പുതിയ നഴ്സുമാരെ തസ്തിക സൃഷ്ടിച്ച് നിയമിക്കുന്നു. ഒപ്പം 7698 ആരോഗ്യ മേഖലയിൽ പുതിയ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് നിയമിക്കുന്നു. എന്താണ് അതിൽ പരിമിതി കണ്ട് ഇത്രയും മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളൊക്കെ നന്നായി വരുമ്പോൾ 11 കോടിയോളം വരുന്ന മനുഷ്യർ പ്രതിവർഷം ചികിത്സ നേരിടുമ്പോൾ അതോടൊപ്പം 1,36,000 സർജറികൾ പ്രതിവർഷം നടത്തുമ്പോൾ ഈ സ്റ്റാഫ് പാറ്റേൺ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. നമുക്ക് ഇനി വേണം. പക്ഷേ എന്താണ് ആ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളമല്ലാതെ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഇന്ത്യയിൽ കേരളമല്ലാതെ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് ബദൽ ഉണ്ടെങ്കിൽ ആ ബദലിന്റെ ജീവിക്കുന്ന ഉദാഹരണം, ജീവിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗമാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് പറയൂ. കേരളമാണ്. അത് പറയുന്നത് ആരാണ്? എന്നെക്കാളും ആങ്കറെക്കാളും ഒക്കെ ഈ മേഖലയിൽ മികവാർന്ന ഉദാഹരണങ്ങളായിട്ടുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഉൾപ്പെടെയുള്ള ആളുകൾ ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി കാനഡയിലും US ലും UK ലും ഒക്കെ, അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്ന ഡോക്ടർമാർ അഭിപ്രായ വ്യത്യാസം പറയട്ടെ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഫിസിഷ്യനെ കാണണമെങ്കിൽ, ഒരു അറ്റാക്ക് വന്നാൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇതിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? US ലോ UK ലോ കാനഡയിലോ കേരളത്തിലെ അനുഭവം എന്താണ്? അപ്പൊ നമുക്കൊന്ന് താരതമ്യം ചെയ്യണ്ടേ? ഞാൻ ഒറ്റ മാസം കൂടെ പറയാൻ എങ്ങനെ അനുവദിക്കണം? ഒറ്റ മാസം കൂടെ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നമ്മൾ കാണേണ്ടത് ആ ആരോഗ്യ രംഗത്ത് നിന്ന് ഇപ്പൊ കേരളം എവിടെ എത്തിയിരിക്കുന്നു? കോട്ടയം മെഡിക്കൽ കോളേജ് 3 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒറ്റ ദിവസം നടത്തി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.